ഹലോ, ഇന്ന് ടെറസ് ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാവേ. ഇത് എൻ്റെ ഒരു അഡീനിയം പ്ലാന്റാണ്. ഇതിൽ വിത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, 2 പെട്ടി വിത്ത്. പിന്നെ അഡീനിയത്തിൻ്റെ പൂക്കൾ, ഇത് കുറച്ച് പൂക്കൾ. ഇത് വേറൊരു പ്ലാന്റിലെ പൂക്കളാണ്. ഇത് നേരത്തെ കാണിച്ച പൂക്കളെക്കാളും ലൈറ്റ് കളറാണ്. പിന്നെ വേറൊരു അഡീനിയം, നേരത്തെ കാണിച്ച 2 അഡീനിയത്തിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് കളർ പൂക്കളാണ് ഇതിൻ്റെ. ഇതിലും വിത്തുണ്ടായിട്ടുണ്ട്. പിന്നെ ചട്ടികളിലൊക്കെ, മുളക് പിടിച്ച് നിൽക്കുന്ന ചട്ടികളിലൊക്കെ ചീരത്തൈയും ഉണ്ട്. അത് നമുക്കൊരു ദിവസം തോരനാക്കാം. കണ്ടോ, ഇത് ബജിമുളകിൻ്റെ തൈ കിളിപ്പിച്ച ചട്ടിയാണ്. പൂത്തിട്ടുണ്ട്, കായായിട്ടില്ല. വേറൊരു ബജിമുളകിൽ ഇത് കണ്ടോ, 2-3 കായുണ്ട്. പിന്നെ കാന്താരിയൊക്കെ വിളവെടുക്കാൻ പാകത്തിനെല്ലാം പഴുത്ത് വരുന്നുണ്ട്. പച്ചമുളക് ചെടി, വേറൊരു പച്ചമുളക് ചെടി, ഇതിലും മുളകായിട്ടുണ്ട്. കണ്ടോ, പച്ചമുളക് നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. അതിൽ തന്നെയാണ് നമ്മുടെ പൊന്നാങ്കണ്ണിയും പടർന്ന് കളിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ബജിമുളകിൻ്റെ പ്ലാന്റ്, ഇത് കണ്ടോ, ഇതിലും 3-4 ബജിമുളകായിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ ആദ്യത്തെ കൺമണി. ഇവളെ പഴുത്തുപോയി, ബജി ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം നമുക്കിവളെ വിത്തിനെടുക്കാം. നിൽക്കട്ടെ അല്ലേ, പഴുക്കുമ്പം വിത്താക്കാം. പിന്നെ കാന്താരി ചെടികൾ കണ്ടോ, ഇത് പച്ചക്കാന്താരിയാണ്, കുഞ്ഞൻ പച്ചക്കാന്താരി. ഇതും എല്ലാം പഴുത്ത് വിളവെടുക്കാൻ പാകത്തിന് നിൽക്കുക. വേറൊരു കാന്താരി ചെടി, വേറൊരു ബജിമുളകാണ്. ആരോഗ്യക്കുറവ് കൊണ്ട് മുളക് കണ്ട പച്ചമുളകിൻ്റെ വലിപ്പമേ ഉള്ളൂ. വേറൊരു ബജിമുളക്, അതും അതുപോലെ തന്നെ, മുളകിന് പച്ചമുളകിൻ്റെ വലിപ്പമേ ഉള്ളൂ. പിന്നെ വേറൊരു കാന്താരി, വേറൊരു മുളക് ചെടി, വേറെ ഒരു മുളക് ചെടി. പിന്നെ എൻ്റെ മോള് വിത്തിട്ട് കിളിപ്പിച്ച പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണിത്. നമ്മളിവിടെ കഴിക്കാൻ വാങ്ങിച്ച ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 3-4 വിത്തെടുത്ത് കിളിപ്പിച്ചതാണ്. ഇത് ഭയങ്കര മന്ദഗതിയിലാണ് ഇതിൻ്റെ വളർച്ച. 4 മാസത്തോളമായി ഇപ്പം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ നിൽക്കട്ടെ. പിന്നൊരു വിശേഷം, ഇത് നമ്മുടെ മധുര അമ്പഴത്തിൻ്റെ ഒരു ചെടിയാണ്. ഒരു ചെറിയ ഡ്രമ്മി നിൽക്കുക. അതിനെ നമുക്ക് താഴോട്ട് റിങ് കെട്ടിയിട്ട് റിങ്ങിലോട്ട് ആക്കി വളർത്തണം. കാരണം ഇത് ഇച്ചിരി കൂടെ വലുതാവുന്ന മരമായി. ഡ്രമ്മി നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ 1 വർഷമായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അമ്പഴങ്ങ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഈ പേരിൽ മാത്രമേ ഉള്ളൂ മധുര അമ്പഴം എന്നൊരു, പക്ഷേ പുളിയാണ്. പഴുക്കുമ്പം പക്ഷേ മാങ്ങാടെയൊക്കെ പഴുത്ത മാമ്പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. നമുക്ക് മാമ്പഴം പുളിശ്ശേരി വയ്ക്കുന്ന പോലെ പഴുക്കുമ്പം പുളിശ്ശേരി വയ്ക്കാനൊക്കെ എടുക്കാം. ഇതിൻ്റെ കായ സീഡ്ലെസ് ആണ്. നമ്മുടെ നേരത്തെയുള്ള ബ്ലാത്തി അമ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടെങ്കിലും അത്രയും മധുരമൊന്നുമില്ല. ബ്ലാത്തി അമ്പഴത്തിൻ്റെ മുള്ളിങ്ങനെ നാര് പോലത്തെ മുള്ളല്ലേ, അതുപോലെ ചകിരിയോ നാരോ ഒന്നും ഇതിൻ്റെ സീഡിനുണ്ടാവത്തില്ല. പഴുത്ത് കഴിയുമ്പോൾ മാത്രം ഒരു കുഞ്ഞ് സീഡുണ്ടാവും, അല്ലെങ്കിൽ സീഡ്ലെസ്. നമുക്ക് പച്ചയ്ക്ക് കറിയിലിടാനും മീൻ കറിയിലൊക്കെ ഇടാനൊക്കെ കൊള്ളാം, പുളിക്ക് പകരം. പിന്നെ നമുക്കിതിനെ അച്ചാറാക്കാനും കൊള്ളാം. താങ്ക് യു.